ിലേക്ക് സ്വാഗതം. തുടരെ ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളിൽ മരവിച്ചിരിക്കുകയാണ് കേരളം. 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ ആലപ്പുഴ കളർകോട് വാഹനാപകടം. അതിന്റെ തൊട്ടടുത്ത് തന്നെ പാലക്കാട് പനയംപാടത്ത് 4 കുഞ്ഞു പെൺകുട്ടികൾ. ഇപ്പോൾ ഇന്ന് പത്തനംതിട്ട കോന്നിയിൽ 4 ജീവനുകൾ കൂടി. അപകടം നടന്നതിന് ശേഷമുള്ള വിലയിരുത്തലുകളിൽ മാത്രമായി ഇത്തരം റോഡ് അപകടങ്ങൾ മാറുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ കണ്ടെത്താനാകും? ജനം സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിരത്തിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരവാദി ആര്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. പൊതുഗതാഗത വിദഗ്ധൻ ഡിജോ കാപ്പൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രൻ നാരായൺ എന്നിവർ ചേരുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും പ്രതികരിക്കാം ഈ വിഷയത്തിൽ. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഉപേന്ദ്രൻ നാരായൺ, ഞെട്ടിപ്പിക്കുന്ന അപകടങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഉണ്ടായത്. വേഗത, ഉറക്കം ഇങ്ങനെയുള്ള സാമാന്യവൽക്കരണത്തിലുപരി യഥാർത്ഥത്തിൽ റോഡ് അപകടങ്ങൾ നടക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അതായത് നമ്മുടെ സ്റ്റേറ്റില് 2000-ന് മുമ്പ് വല്ലപ്പോഴും ഒരു അപകടം ഉണ്ടാകുമായിരുന്നു, ഒരാൾ മരിക്കുമായിരുന്നു. 2000-ന് ശേഷം ആഴ്ചയില് 1-2 പേർ മരിക്കുമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് റോഡ് അപകടങ്ങൾ, കൂട്ടമരണങ്ങൾ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആക്സിഡന്റിന് ശേഷം ആ സ്പോട്ട് വിസിറ്റ് ചെയ്യുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയും എഞ്ചിനീയർമാരും ഒക്കെ ചേർന്ന് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഇങ്ങനല്ല വേണ്ടത്. ഞാൻ വളരെ എളിമയോട് പറയട്ടെ, റോഡുകൾ എന്ന് പറയുന്നത് 24 മണിക്കൂറും 365 ദിവസവും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അപകട മേഖലകൾ കണ്ടുപിടിക്കാൻ, അപകടം ഉണ്ടായിട്ട് കണ്ടുപിടിക്കുന്നത് ആ ഒരു തത്വം വേറെ, മറിച്ച് അപകട സാധ്യതയുള്ള സ്ഥലം മുൻകൂട്ടി കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ സ്പോട്ടിൽ ചെയ്യുന്ന ഒരു തത്വം വേറെ. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നലത്തെ കോന്നിയിലെ അപകടം, ഇന്ന് രാവിലത്തെ കോന്നിയിലെ അപകടം എന്ന് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതായത് 5 തരം ഇഷ്യൂസ് ആണ് നമ്മുടെ റോഡ് അപകടങ്ങളുടെ മുഖ്യ കാരണങ്ങൾ. അതായത് 1 ഹൈവേ ഓർ റോഡ് റിലേറ്റഡ് ഇഷ്യൂസ്, 2 വെഹിക്കിൾ റിലേറ്റഡ് ഇഷ്യൂസ്, 3 ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ്, 4 റോഡ് യൂസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, 5 എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പൊ ഈ 5 കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ്. കാര്യം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ SCRB, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നതും 60-80% റോഡ് ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നതിൽ ഡ്രൈവർമാരുടെ പങ്കാണ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇന്ന് ഈ കോന്നി സംഭവത്തിൽ വേണ്ടത്. അതിനുള്ള എന്താണ് ട്രീറ്റ്മെന്റ്? അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര എയർപോർട്ട് നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. അവിടെ 2 യുവ മിഥുനങ്ങൾ എന്ന് തന്നെ പറയും. അവര് എന്താ പറയുന്നത്, ഹണിമൂൺ ആഘോഷിക്കാൻ മറ്റു രാജ്യത്ത് പോയിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. അവരെ പിക്കപ്പ് ചെയ്യാൻ, റിസീവ് ചെയ്യാനായിട്ട് ഓരോ പെൺകുട്ടിയുടെയും പയ്യന്റെയും അച്ഛന്മാര് സ്വന്തം കാർ എടുത്ത് പോയി. ഹവേഴ്സ്, അതായത് രാത്രി 12 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിദാരുണമായ അപകടങ്ങൾ, കൂട്ടത്തോടെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്താണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡ്രൈവ് ചെയ്ത ആൾക്കാർക്ക് ഹവേഴ്സിൽ ഡ്രൈവ് ചെയ്തുള്ള പരിശീലന കുറവ് ഉണ്ടാകാം. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് ഇവിടം വരെ വരാനായിട്ട് അദ്ദേഹം സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും നല്ല സേഫ് ആയിട്ടുള്ള ടാക്സികളുണ്ട്, വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. കാര്യം നമ്മുടെ സ്റ്റേറ്റിലോ ഇന്ത്യയിലോ ടാക്സി ഡ്രൈവർമാർ അപകടത്തിൽ പെടുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ചിന്ത നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം റോഡിലോട്ട് ഇറങ്ങിയാൽ അപകടം സംഭവിക്കും എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. ചോര വീഴാത്ത ഒരു
100 മീറ്റർ പോലും ഇന്ന് നമ്മുടെ ഹൈവേകൾ ഇല്ല. അത് പല കാരണങ്ങളുണ്ടാവും. അപ്പോ ഇതെല്ലാം നമ്മൾ പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി ടാക്സികളെ ആശ്രയിക്കാം. പൊതുഗതാഗത സംവിധാനം, അതായത് KSRTC പോലെയുള്ള ഏറ്റവും ലക്സുറീസ് ആയിട്ടുള്ള ബസ്സുകൾ നമുക്കുണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഡ്രൈവറിനെ വിളിച്ചുകൊണ്ട് പോവാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ റോഡ് സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡുമാണ്. പെട്ടെന്ന് നമുക്കൊരു എഞ്ചിനീയർ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നതിൽ അദ്ദേഹം ഒരു നല്ല ഡ്രൈവർ ആയിരിക്കും. അപ്പൊ ഇത് ഡ്രൈവ് ചെയ്ത് എക്സ്പെർട്ടൈസ് നേടിയ ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതായത് വിദഗ്ധന്മാരില്ലാതെ റോഡ് സുരക്ഷ എങ്ങും എത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2000-ന് ശേഷം ഉണ്ടായതെല്ലാം. പക്ഷേ ഇപ്പൊ ശ്രീ ഉപേന്ദ്രനാരായൺ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ഈ റോഡ് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും അവകാശമല്ലേ? ഇവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ലാത്തവരാണ് ഇത്തരം അപകടം വരുത്തുന്നത് എന്ന് നമുക്ക് സാമാന്യവൽക്കരിച്ച് പറയാൻ സാധിക്കുമോ? കാരണം എത്രയോ എക്സ്പേർട്ടായിട്ടുള്ള KSRTC ഡ്രൈവേഴ്സ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ടാക്സി ഡ്രൈവേഴ്സ് അടക്കം തന്നെ എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഒരു സാധാരണ പൗരൻ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ഈ ഡ്രൈവിങ്ങിലുള്ള വൈദഗ്ധ്യമാണോ അതോ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം, ഒപ്പം റോഡ് നിർമ്മാണത്തിലെ ശാസ്ത്രീയ വശം, ഇതൊക്കെ കൂടുതൽ കേന്ദ്രീകരിച്ചല്ലേ പോകേണ്ടത്? നമുക്കങ്ങനെ ഇവരാരും തന്നെ അത്ര വിദഗ്ധരായ ഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഡ്രൈവേഴ്സ് അല്ല എന്ന് പറയുമ്പോൾ അതിലൊരല്പം ലാഘവത്തോടുകൂടി കാണുന്ന സമീപനമായി പോകില്ലേ? ഇല്ല ഇല്ല ഇല്ല. കാരണം ഈ ആലപ്പുഴ കളർകോട് അപകടത്തിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചപ്പോൾ അത് ഡ്രൈവ് ചെയ്ത മെഡിക്കൽ വിദ്യാർത്ഥിക്ക് അല്ല, ആ വിഷയത്തിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ കണക്കാക്കാം. കാരണം അത് വാഹനം ഓടിച്ചിരുന്ന കുട്ടി വെറും 6 മാസത്തെ പരിചയം മാത്രം ഉണ്ടായിരുന്ന കുട്ടിയാണ്. ബാക്കി ഉണ്ടായിരുന്നവരെല്ലാം ചെറിയ കുട്ടികളാണ്. അത് നമുക്ക് അത്തരം താങ്കൾ പറഞ്ഞതുപോലെ അവിടെ പ്രവൃത്തി പരിചയം, വാഹനം ഉപയോഗിച്ചുള്ള പരിചയം കുറവ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട് പനയംതോട് 4 പെൺകുട്ടികളുടെ ജീവൻ കവർന്ന കേസിൽ ഈ ലോറി ഡ്രൈവേഴ്സ് ദേശീയപാതയിലുടനീളം അന്തർ സംസ്ഥാനങ്ങളിൽ ഓടുന്നവരാണ്. അവർക്ക് എവിടെയാണ് ഈ എക്സ്പെർട്ടൈസിന്റെ കുറവ് വന്നത്? അവിടെയാണ് there you are. അതായത് അത് ഡ്രൈവ് ചെയ്തത് ക്ലീനറാണ്, ലൈസൻസ് ഇല്ലാത്ത ഒരു ക്ലീനറാണ്. പിന്നെ ഡ്രൈവ് ചെയ്തത് മദ്യമാണ്. ഹി വാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ. നമ്മൾ അത് മനസ്സിലാക്കണം. ഇപ്പൊ നാഷണൽ ഹൈവേ ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു ബാരിക്കേഡ് വെച്ചെങ്കിൽ തന്നെയും അതിനെ തകർത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബാരിയറോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ്, പൊട്ടിക്കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് എങ്കിലും വെച്ചെങ്കിൽ ആ ലോറി അവിടെ നിന്നേനെ. ഞാൻ പറഞ്ഞത് അതും ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂമാണ്. ഈ മെഡിക്കോസിന്റെ ആക്സിഡന്റ് ഉണ്ടായ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഏതാണ് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലാത്തത്? ഇപ്പൊ തന്നെ പാലക്കാട് പിഞ്ചോമന മക്കൾ മരിച്ചു 4 പേര്. അതും എന്താണ്? ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളവ് തിരിച്ചു, അതിന്റെ റിയർ ഓവർ ഹാങ് വന്നിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച ഒരാളിന്റെ വണ്ടി ലോറിയുമേ പോയി ഇടിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുള്ള അപകടങ്ങൾ പെരുകുകയാണ്. അപ്പൊ ഈ 4-5 അപകടങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റു പല കാരണങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴും ഒരു പലതരത്തിലുള്ള കോസസ് ആണ് റോഡ് ആക്സിഡൻസിലേക്ക്, പ്രത്യേകിച്ചും ട്രാജിക് റോഡ് ആക്സിഡൻസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ പൊതുഗതാഗത വിദഗ്ധനായ ഡിജോ കാപ്പൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, വലിയ രീതിയിലുള്ള റോഡ് അപകടങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും മരണക്കണക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേരള പോലീസിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നത്. നമുക്ക് 2016 മുതലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ എന്ന് പറയുന്നത് 4000-നും 5000-നും ഇടയിലാണ്. ഇപ്പോൾ ഈ 2024 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 4134 ജീവനുകൾ പൊതുനിരത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഭയപ്പെടുത്തുന്ന കണക്കുകളാണ്. എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത്? അതായത് കേരളത്തിലെ റോഡ് അപകടങ്ങളെ കുറിച്ച് നോക്കിയാൽ അതിനകത്ത് നിയമങ്ങൾ അനുസരിക്കാത്തതുണ്ട്, വാഹനങ്ങളുടെ പെരുപ്പം, റോഡുകളുടെ അപര്യാപ്തത, മദ്യം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അലക്ഷ്യമായ ഡ്രൈവിങ്, 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഇടതുവശത്തൂടെയുള്ള ഓവർടേക്കിങ്ങൾ, രാത്രികാലങ്ങളിൽ ഡിം ലൈറ്റ് അടിക്കാത്തത് കൊണ്ട് 2 വീലറുകാരൊക്കെ വളരെയധികം അപകടത്തിൽപ്പെടുന്നുണ്ട്.
പിന്നെ ഓടിക്കുന്ന വണ്ടി ഡ്രൈവർ മുൻപിലുള്ള വാഹനത്തിൽ നിന്നുള്ള കൃത്യമായ അകലം പാലിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഈ ഫുട്പാത്ത് കച്ചവടം, ഈ ട്രാഫിക് ബ്ലോക്കിൽ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാനായിട്ടുള്ള പിന്നീടുള്ള ഒരു എപ്രാളം മരണപ്പാച്ചിൽ, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മളൊരു കേരളത്തിലെ അപകടങ്ങളെ കുറിച്ച് നോക്കിയാൽ നമുക്കുണ്ടാകുന്ന വേദന. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 18-20 വയസ്സുള്ള അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനയാണ്. അതിനു പുറകെ അതിലും പ്രായം കുറഞ്ഞ 15 വയസ്സോ 13 വയസ്സുള്ള പിള്ളേര് മരിച്ചപ്പം കുറച്ചുകൂടി ഒരു ദുഃഖം. അപ്പൊ ആദ്യത്തേത് നമ്മൾ മറന്നു തുടങ്ങി. അന്നേരം ഇന്ന് രാവിലെ ഹണിമൂൺ ആഘോഷിച്ചിട്ട് വന്ന 2 യുവമിഥുനങ്ങളും അവരുടെ മാതാപിതാക്കളും മരിക്കുന്നു. അപ്പൊ എന്നും ഇങ്ങനെ ദുഃഖകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എയർപോർട്ടുകളിലൊക്കെ വരുന്ന ആളുകളെ ഞാൻ പലരോടും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഈ വീടുകളിൽ നിന്ന് പോവുക, അല്ലെ കൊണ്ടയാക്കാൻ പോവുക, അസമയത്ത് ഓടിക്കുക, പരിചയമില്ലാത്ത ആളുകൾ അസമയത്ത് 2 മണി 3 മണി സമയത്ത് ഓടിക്കുക. അതിനൊക്കെ ഇന്ന് സത്യത്തിൽ വലിയ വ്യത്യാസമില്ല. എയർപോർട്ടുകളിലെല്ലാം ടാക്സികളുണ്ട്. ആ ടാക്സിയിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഈ ഉറക്കളച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോകും. അങ്ങനത്തേതൊക്കെ പുറകെ ഇപ്പം 7 കിലോമീറ്ററുടെ കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തേണ്ട തിരുവനന്തപുരം മുതൽ പാലായിലെ ഒരു ചേർപ്പങ്കൽ 2 വർഷം മുമ്പ് എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ചേർപ്പങ്കൽ പാലം അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പേ ആറ്റിലോട്ട് വണ്ടി പോയി. അത് കഴിഞ്ഞാൽ ഒരു 500 മീറ്ററോടെ അവരുടെ വീട്ടിലോട്ടുണ്ടായിരുന്നുള്ളൂ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ചിലപ്പം ായല്ലോ കണ്ണൊന്ന് ചിമ്മിയാലും കുഴപ്പമില്ല, എനിക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിൽ വണ്ടി എടുക്കുക, വണ്ടി അപകടത്തിൽപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് ഒത്തിരി അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. റോഡ് കണ്ടീഷൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും KSRTC ഒക്കെ ചെയ്യുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്ലാസ് സർവീസുകൾ, അതായത് എക്സ്പ്രസ് വണ്ടികളൊക്കെ 3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഓർഡിനറി ആയിട്ട് ഓടിക്കുമായിരുന്നു. ഇപ്പം കേരളത്തിൽ ഓടുന്ന സൂപ്പർ ക്ലാസ് സർവീസുകൾ എല്ലാം തന്നെ 10-12 കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ്. അതെല്ലാം ഓടി അലഞ്ഞു, പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല. ആ ഡ്രൈവർമാർ രാവിലെ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നേർച്ചയിടുന്നതിന്റെ ഒരു ബലത്തിലാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. അതിനുള്ള കണ്ടീഷനേ വണ്ടിക്കുള്ളൂ. അപ്പൊ ഒരു പക്ഷേ വാഹനങ്ങൾ വളരെ അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞ വാഹനങ്ങൾ, അതുപോലെ റോഡും വളരെ മോശം. പിന്നെ റോഡുകൾ എന്ന് പറയുന്നത് തന്നെ പലയിടത്തും റോഡിന്റെ വളവുകൾ, ആ വളവുകളുടെ നിർമ്മാണം, ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബംഗാളികളാണ് റോഡ് പണിയുടെ സൂപ്പർവൈസർമാർ പോലും. അവിടെ സത്യത്തിൽ അത് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ അവിടെ വേണം. അവർക്ക് തോന്നുന്ന പോലെ അവർ ഇത് ചെയ്യുന്നു. ആളുകളെ ടാറിങ്ങിന്റെ സമയത്ത് പ്രോപ്പറായിട്ട് ആ പ്രോപ്പർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചൂടിൽ വേണം ഈ മെറ്റൽ കൊണ്ടുവന്ന് അവിടെ വിരിക്കാൻ. അപ്പം അവിടെ ഇത് മെറ്റല് പ്രോസസ്സ് ചെയ്യുമ്പോൾ പുകയുണ്ടാകും എന്നും പറഞ്ഞ് നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയാൽ കോൺട്രാക്ടറുടെ ഗോഡൌണ് അവിടുന്ന് 10-40 കിലോമീറ്റർ അകലെയാണ് അവിടുന്ന് കൊണ്ടുവരും. അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ലേ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ഊഷ്മാവ് മാറിപ്പോവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. റോഡിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതൃത്വവും ചെയ്യാത്ത പോലെ ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഇടത് വലത് BJPകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കും. പക്ഷേ റോഡിന് വീതി വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവര് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് അഖിലകക്ഷി നിവേദക സംഘം പോയി പറഞ്ഞ ഒരു സംസ്ഥാനത്താണ് ഈ അപകടം. അപ്പൊ ഈ നേതാക്കന്മാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതായത് 1975 1,19,000 വാഹനം ഉണ്ടായിരുന്നപ്പോഴത്തേനും കൃത്യമായി പറഞ്ഞാൽ 14,980 PWD റോഡേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കിലോമീറ്റർ. ഇന്ന് നമുക്ക് 1,60,00,000 വാഹനങ്ങളായപ്പോഴേക്കും നമുക്ക് 50,000 താഴെ റോഡുള്ളൂ. അപ്പൊ 50,000 കിലോമീറ്റർ റോഡിൽ ഓടാനുള്ള വണ്ടിയല്ല കേരളത്തിലുള്ളത്. ഇപ്പം ജപ്പാനിലൊക്കെ ആണെങ്കിൽ അവിടെ വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്കറിയാം ഭൂമി വളരെ കുറവാണ്. അതുകൊണ്ട് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവൻ കാർ പോർച്ച് ഉള്ളവനെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങാനും അങ്ങനെ വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ബഹളം, പാവപ്പെട്ടവന് ജീവിക്കണ്ടേ, വീടുള്ളവന് മതിയോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഇന്ന് വാഹനങ്ങളുടെ അമിതമായ പെരുപ്പം, അതിന്റെ കാരണവും കേരളത്തിൽ പൊതുഗതാഗത രംഗം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. കേരളത്തിൽ ഇത്രയും വാഹനങ്ങൾ കൂടാൻ കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല സ്വകാര്യ വാഹനങ്ങളെക്കാൾ കൂടിയ പൊതുവാഹനങ്ങളിലെ യാത്രാ ചെലവ്. അപ്പൊ അതുകൊണ്ട് ആളുകളെല്ലാം ചെലവ് കുറയ്ക്കാൻ വേണ്ടി 2 വീലറുകൾ എടുത്തു. ഇവിടെ കേരളത്തിലെ ഈ 1,60,00,000 1 കോടിക്ക് മുകളിലും 2 വീലറുകളാണ്. ഈ 2 വീലറുകളെല്ലാം നമുക്ക് വൈകുന്നേരങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി 4:30 കഴിഞ്ഞാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഫുട്പാത്തിൽ കൂടെ കയറി വരുന്നത്. എന്നാൽ ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോൾ
ഫുട്പാത്തിൽ നിൽക്കുന്നവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇവർ വിട്ടുപോവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരമില്ലാത്ത ഒരു ഡ്രൈവിംഗ് ഇതിനകത്ത് വലിയൊരു തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞതുപോലെ അമിതമായ വാഹന പെരുപ്പം, എങ്ങനെയാണ് ഇത് കൃത്യമായി ഉപയോഗിക്കേണ്ടത്, ട്രാക്ക് സിസ്റ്റം, ഇതിലൊക്കെയുള്ള അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ ഡിജോ കാപ്പൻ, ഈ അപകടങ്ങളൊക്കെ നടന്നിടത്ത് പ്രദേശവാസികൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ട് നിരന്തരം അപകടങ്ങൾ നടക്കുന്നൊരു മേഖലയാണ്, അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടതാണ് എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പാലക്കാട് പനയന്തോടായാലും ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട കോന്നി കൂടൽ മേഖലയിലായാലും ഒക്കെ നിരന്തരം അപകട മേഖലയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ അല്പം കൂടി ഒരു ശ്രദ്ധ അധികൃതർ വച്ചു പുലർത്തേണ്ടതല്ലേ? അല്ലാതെ ഇത് വാഹനം ഓടിക്കുന്നവരുടെ മാത്രം ഒരു കർത്തവ്യമായി നമുക്കങ്ങ് വിലയിരുത്താൻ കഴിയുമോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ തദ്ദേശവാസികൾ പറഞ്ഞതിനോട് എനിക്ക് കുറെ കാര്യത്തിൽ യോജിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, അവിടെ PWD ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവര് 50 മീറ്ററിന് മുമ്പ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവിടെ ബോർഡ് വെക്കണമെന്നാണ് നിയമം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇത്ര അപകടം ഉണ്ടായിട്ട് ഈ അപകടം ഉണ്ടായി കഴിയുമ്പോൾ വന്ന് വഴക്കുണ്ടാക്കുന്ന ആളുകൾക്ക് അവരുടെ വേണ്ട ചെലവിൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരസ്യം വെക്കാതെ അവരൊരു ബോർഡ് വെക്കാമല്ലോ, ഇങ്ങനെ വളവുണ്ട്. പിന്നെ യുവേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ വളവിന് ഫോൺ കൈപ്പിടിച്ചുകൊണ്ട് വന്ന് ലോറി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് ആ റോഡിന്റെ പ്രശ്നം പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ ദിവസം എത്രയോ വാഹനങ്ങൾ അതിലെ കടന്നുപോയി. അല്ല, ഇപ്പോൾ നമുക്ക് ഈ പത്തനംതിട്ട കൂടലിൽ ഈ മാസം നമ്മുടെ പ്രതിനിധി തന്നെ നൽകിയ കണക്കാണ്. ഈ ഒരൊറ്റ മാസത്തെ കണക്കെടുത്താൽ 16 റോഡ് അപകടങ്ങളാണ് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് നടന്നത്. അതായത് ഒരു മാസത്തിൽ ഓരോ ദിവസം ഇടവിട്ട് അവിടെ ആക്സിഡന്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് മൂവാറ്റുപുഴയിൽ നിന്ന് പുനലൂർക്കുള്ള റോഡ്, ആ റോഡ് ഡിസൈൻ ചെയ്ത് 50 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ ഓടാൻ, അതായത് വാഹനങ്ങളുടെ വളവുകൾ, ആ വളവുകളിൽ 50 കിലോമീറ്ററിന് പകരം 70-80 കിലോമീറ്റർ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി മറിഞ്ഞിരിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ വലതുവശത്തേക്കാണ് വളവെങ്കിൽ ഇടതുവശം പൊക്കിക്കൊടുക്കണം. റോഡ് അലൈൻമെന്റ്, റോഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അത് ചെയ്യാതെ ആണ് പലയിടത്തും. ഇവിടെ റോഡ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് ബംഗാളിയാ. അതാണ് ഇതിന്റെ കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് റോഡ് ടാറിങ്ങിന്റെ സമയത്ത് നമുക്കുണ്ടാവുന്നില്ല. അവിടെ വരുന്ന പാളിച്ചകൾ തൊട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ ഞങ്ങളോടൊപ്പം ചേരുക. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്, അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ശ്രീ ഹരികുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹരികുമാർ, പറയൂ, എന്തുകൊണ്ടാണ് ഈ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ എന്നാണ് താങ്കൾ കണക്കാക്കുന്നത്? ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഒരു ഡ്രൈവിങ്ങിന്റെ പരിചയക്കുറവ്. ഇപ്പൊ ഒരു അസമയത്തൊക്കെ വാഹനം ഓടിക്കുമ്പോഴേ പരിചയമുള്ള ഒരു ഡ്രൈവറെ, ടാക്സി ഡ്രൈവറെ ഒക്കെ വിളിച്ചാണ് രാത്രി കാലങ്ങളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വണ്ടി ഓടിക്കേണ്ടത്. നമ്മുടെ നിരത്തുകളിൽ ഇന്ന് അനധികൃത കള്ള ടാക്സികളും റെന്റ് കാറുകളും ഇതൊക്കെയാണ് ഒരു പരിധി വരെ നമുക്ക് അപകടങ്ങൾ കൂടുന്നത്. ഇപ്പം കള്ള ടാക്സികൾ എന്ന് പറയുന്നതും റെന്റ് കാറുകൾ എന്ന് പറയും ടാക്സി വാഹനേക്കാളും റേറ്റ് കുറച്ചാണ്. അവർക്ക് ഇൻഷുറൻസ് വേണ്ട, മറ്റ് സംവിധാനങ്ങളൊന്നും വേണ്ട, റോഡ് ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ ഇതൊക്കെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അപകടങ്ങൾ കൂടുന്നത്. ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുന്നത് അവരുടെ തൊഴിലാണ്. അപ്പൊ അവരെന്തായാലും അത്രയും കെയർ ആയിട്ട് വാഹനം ഓടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരി, വളരെ നന്ദി ശ്രീ ഹരികുമാർ പ്രതികരിച്ചതിന്. ശ്രീ ഉപേന്ദ്രനാരായൺ, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള സമാനമായ ഒരു അഭിപ്രായമാണ് ഈ പ്രേക്ഷകനും നമ്മളോട് പങ്കുവച്ചത്. അതായത് ഈ ദൂരയാത്രകളിൽ പലപ്പോഴും ഒരു ടാക്സി ഡ്രൈവർ കാണിക്കുന്ന വൈദഗ്ധ്യം സാധാരണക്കാരനുണ്ടാകില്ല എന്നുള്ളത്. അതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുകയില്ല. കാരണം സാധാരണക്കാരായ പൗരനും നിരത്തിലിറങ്ങിയേ മതിയാവുകയുള്ളൂ. വർഷങ്ങളായി വാഹനം ഓടിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു ടാക്സി ഡ്രൈവറോളം അല്ലെങ്കിൽ അതിന്മേലെയോ ഗതാഗത പരിചയവും ഉള്ളവരാണ്. പക്ഷേ അതിലൊക്കെ ഉപരി ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രകളിൽ രാത്രി യാത്ര ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ പരിചയക്കുറവുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് സംവിധാനം ഉറപ്പാക്കുക, ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടങ്ങൾ ഒഴിവാകും, കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണോ കണക്കാക്കേണ്ടത്? അതായത് നമ്മളുടെ റോഡ് യൂസിങ് കപ്പാസിറ്റി, അതായത് എൻഹാൻസ് ചെയ്യണം. അതായത് റോഡ് എപ്പോഴും 24 മണിക്കൂറും തുടർച്ചയായിട്ട് വാഹനങ്ങൾ ഓടിയാൽ മാത്രമേ ഇതിന് ടെക്നിക്കലായിട്ട് ചില വേർഡ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഹൈവേകൾ 2-വേ ഹൈവേകൾ, ഇപ്പൊ ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന 2-വേ ഹൈവേ ആണ്. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വാഹനങ്ങളുടെ എണ്ണം ഏകദേശം 25,000-നും 40,000-നും ഇടയിലുള്ള പാസഞ്ചർ കാർ യൂണിറ്റ് ആണ്, PCU. അതാണ് ഓടേണ്ടത്. അപ്പൊ ചില ഹൈവേകളില്
ഇപ്പൊ തന്നെ നമ്മൾ MC റോഡ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മറ്റ് റോഡുകൾ, അതെല്ലാം തന്നെ ഈ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതായത് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ട്രാഫിക് ബ്ലോക്കും ആക്സിഡന്റും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീർഘദൂര യാത്രകൾ പലപ്പോഴും രാത്രി ചെയ്യുന്നത്. ഈ രാത്രി ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രശ്നമില്ല. ഞാൻ ടാക്സി ഓടിക്കുന്ന ആളോ ടാക്സിക്കാരനോ അല്ല. ടാക്സിക്കാരെ ഞാൻ അഭിനന്ദിക്കുന്നത് അവരുടെ വാഹനം നേരം വെളുത്ത്, കാര്യം ഇറ്റ് ഈസ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവർ രാവിലെ വാഹനം എടുക്കുമ്പോൾ അതിനകത്ത് ഓയിലുണ്ടോ, ടയർ പ്രഷർ പ്രോപ്പർ ആണോ, അല്ലെങ്കിൽ കൂളന്റ് കറക്റ്റ് ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അപ്പൊ തന്നെ അത് റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്ത ഓട്ടത്തിന് പോകുന്നത്. പ്രൈവറ്റ് കാർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാം ടെക്നോളജി അഡ്വാൻസ് ആയപ്പോഴും എല്ലാം അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കും, വെള്ളം കുറഞ്ഞാലോ ടയർ പ്രഷർ കുറഞ്ഞാലോ ഒക്കെ തന്നെ. അപ്പൊ നമ്മള് ടാക്സിക്കാരൻ കൊടുക്കുന്ന മാതിരി കെയർ പ്രൈവറ്റ് കാർ ഓണേഴ്സ് ഇൻക്ലൂഡിങ് മീ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ പലപ്പോഴും ദൂരയാത്ര ചെയ്യാണ് ഞാൻ ടാക്സി പിടിച്ചേ പോകുള്ളൂ. കണക്ക് കൂട്ടുമ്പോൾ പെട്രോളിന്റെ ചെലവും എന്റെ കാര്യം എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് സേഫ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോകാം, അത് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് സേഫ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ നിത്യം നമ്മളുടെ കാര്യങ്ങളില്, റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളില് റോഡിലെ അവസ്ഥകൾ ആക്സിഡന്റ് പ്രോൺ സോൺ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സമയപരിധിക്കകത്ത് അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കാര്യം ഇത് ഗവൺമെന്റിലേക്ക് അയച്ച് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ, അത് ഇതൊക്കെ മേടിച്ചു വരുമ്പോഴേക്കും ഒരു ചെറിയ കുഴി പിന്നെ വലിയ ഗർത്തോ. അപ്പൊ ആ ടൈം ലാഗ് മാറ്റാൻ വേണ്ടിയാണ് എക്സ്പെർട്സിന്റെ, ഇപ്പൊ ഞാൻ റോഡ് സേഫ്റ്റി രംഗത്ത് റിഫ്ലക്ടർ വെച്ചാണ് തുടക്കം. അപ്പോ ഈ എന്താ പറയുന്ന ഈ എഞ്ചിനീയേഴ്സും നാഷണൽ ഹൈവേയുടെ അതോറിറ്റീസും ഒക്കെ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വലിയ ഭീമമായ തുകയാണ്. അതൊന്നും വേണ്ട, നമുക്ക് അവര് കോടികൾ ചെലവാക്കുമ്പോൾ ഞങ്ങളെ മാതിരി ആൾക്കാർ ആയിരങ്ങൾ കൊണ്ട് ഈ പണി തീർക്കും ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സുരക്ഷ എക്സ്പെർട്സിന്റെ കയ്യിൽ വന്ന് അത് എഞ്ചിനീയേഴ്സിനെ കൊണ്ടും മറ്റ് അധികാരികളെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അല്ലാതെ ഒരു ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ വിചാരിച്ചാൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ഡ്രൈവർ അല്ല. ഞാൻ പറയുന്നത് ഞാനൊരു ഇന്റർനാഷണൽ റേസിംഗ് ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അപകടം എവിടെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി എനിക്ക് കാണാൻ പറ്റും. അതിന് എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ അവിടെ തന്നെ അത് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പെർട്ടീസം വേണ്ട ഒരു ഫീൽഡാണ്. നമ്മളിപ്പോ ഇന്നത്തെ അപകടത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചർച്ച കഴിഞ്ഞു, നാളെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇതൊരു തുടർക്കഥയായിട്ട് പോകാൻ പറ്റില്ല. കാര്യം ഇപ്പോ 3-4 കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. എന്താണ്? ഹൈവേ നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും നല്ല BM&ABC വെച്ചിട്ട് ടാർ ചെയ്തിട്ടാണ് സ്മൂത്ത് ആയിട്ട് ഹൈവേ പോകുന്നത്. അപ്പോ കൊടും വളവിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ട്രാഫിക് കാമിങ് മെത്തേഡ്സ് വേണം. അതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല. പറഞ്ഞ മാതിരി വാണിംഗ് ബ്ലിങ്കേഴ്സ് വേണം. വാണിംഗ് ബ്ലിങ്കർ കത്തിക്കിടന്നാലും ആൾക്കാർ അതേ സ്പീഡിൽ തന്നെ എടുക്കുമ്പോൾ വിവരക്കേടും മത്സരബുദ്ധിയും എന്നല്ലാണ്ട് എന്താ പറയുക. പിന്നെ വേണ്ടത് റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിക്കണം. ഈ കുട്ടികളോട് ഇതിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് ഓടിക്കാൻ. ഇപ്പൊ എന്റെ കൊച്ചുമകള്, അവള് US പഠിക്കുകയാണ്. അവൾക്ക് 18 വയസ്സായപ്പോൾ ലൈസൻസ് കിട്ടി, ഒരു ടെസ്റ്റിനും പോയിട്ടില്ല. അപ്പൊ അത് സ്കൂളിൽ കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നൊക്കെ 10-20 കൊല്ലമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. അപ്പോ ബോധവൽക്കരണത്തിലൂടെ നല്ലൊരു ശതമാനം അപകടം കുറച്ചൊരാളാണ് ഞാൻ. ഒരു കൊല്ലം 383 സ്കൂളിൽ കയറി 3 ലക്ഷം കുട്ടികളെ ബേസിക് ആയിട്ടുള്ള റോഡ് ഉപയോഗക്രമങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു സമൂഹം, അതിന്റെ പ്രോജക്റ്റിന്റെ പേര് ഈച്ച് വൺ ടീച്ച് വൺ. നിങ്ങൾ എന്റെ പേര് ഗൂഗിൾ നോക്കിയാൽ അറിയാം. അപ്പൊ അങ്ങനെ നമുക്ക് സമഗ്രമായിട്ട് എല്ലാ ജില്ലയിലും റോഡ് സേഫ്റ്റി പഠിപ്പിച്ചാൽ കുട്ടികൾ ബോധവാന്മാരാകും, അടുത്ത തലമുറ അപകടത്തിൽ പെടാതിരിക്കും. അതാണ് ആദ്യത്തെ ചെയ്യേണ്ടത്. ശരി, ശ്രീ ഡിജോ കാപ്പൻ, ബോധവൽക്കരണം ഇവിടെ അനിവാര്യം തന്നെയാണ്, അത് മാറ്റി നിർത്തുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ റോഡ് നിർമ്മാണത്തിലെ ശാസ്ത്രീയത, എവിടെയെങ്കിലും അപകട മേഖലയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുകയോ അതിനൊരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്യേണ്ടതില്ലേ? കാരണം ഈ നിരവധി അപകട മേഖലകൾ ഉണ്ടാകുന്ന സ്ഥലത്തെ ബ്ലാക്ക് സ്പോട്ടുകളായി വിശേഷിപ്പിക്കാറുണ്ടല്ലോ. അവയിലൊരു തുടർ പഠനം വേണമെന്ന് റോഡ് സേഫ്റ്റി അതോറിറ്റി പലതവണ സർക്കാരിന് നിവേദനം നൽകിയതാണ്. പക്ഷേ അതിലൊന്നും കാര്യമായ ഇടപെടലുകളോ തുടർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പൗരനെ ബോധവൽക്കരിക്കാം, പൗരനെ നിയമം പഠിപ്പിക്കാം, പൗരനെ റോഡ് ഗതാഗതം, അതിൽ പാലിക്കേണ്ട മര്യാദകൾ ഒക്കെ പഠിപ്പിക്കാം. പക്ഷേ ഇതിനൊക്കെ ഉപരിയായി ശാസ്ത്രീയമായ നിർമ്മാണവും നല്ല സുരക്ഷിത മാർഗങ്ങളും കൂടി നൽകേണ്ടത് അത് സർക്കാരിന്റെ കടമ തന്നെയല്ലേ? അവിടെ വീഴ്ച വരുത്തിയിട്ട് പൗരന്റെ കുറ്റമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. നമ്മുടെ ഇപ്പം ഈ അപകടങ്ങൾ പോലെ തന്നെ 19
97-ൽ വ്യാപകമായ അപകടങ്ങൾ ഉണ്ടായി, മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായപ്പം അന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ട് ഒരു 10 അംഗ IAS IPS ഉദ്യോഗസ്ഥ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ ഇവരെല്ലാവരും IAS IPS ഉദ്യോഗസ്ഥന്മാർ അവരുടെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ട് അവര് റിപ്പോർട്ട് കൊടുത്തു. അതായത് കേരളത്തിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം എന്തൊക്കെ ചെയ്യണം. അപ്പൊ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഈ വലിയ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുമ്പോഴാണ് കൂടുതൽ. അതായത് ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ അപകടം ഉണ്ടാക്കിയാൽ 1 അല്ല 2 പേരാണ് മരണപ്പെടുന്നത്. അതേസമയം അത് കാറാകുമ്പോഴത്തേനും 5, 6 ആകും. അത് ബസ് ആണെങ്കിൽ അതിൽ കൂടുതലാകും. അപ്പം വലിയ വാഹനങ്ങളാണ് വലിയ വാഹനങ്ങൾ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ടിപ്പറുകളുടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മരണം ആ സമയത്ത് വലിയ കൂടുതലായിരുന്നു. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ 1993 ഈ വണ്ടികളിലെല്ലാം സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് ഗവർണർ പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വലിയ സമരം ബഹളം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞു അത് പിടിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് 2005-ൽ ഉത്തരവ് വന്നു. ഉടനെ ഇവിടെ വലിയ സംഘടിതരായ യൂണിയനുകൾ, അതായത് ബസ് ഉടമകളും ലോറി ഉടമകളും എല്ലാം കൂടെ സമരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഓർഡിനൻസ് കൊണ്ടുവന്നു, തൽക്കാലം വേണ്ട എന്നുള്ള നിലയിൽ. പക്ഷേ അന്നേരം കോട്ടയത്തെ MC റോഡിൽ ഒരു ടിപ്പർ ലോറി ഒരു ബസ് ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഇടിച്ചിട്ട് 10 പേര് മരിച്ചു. ഉടനെ ഉത്തരവിറങ്ങി ടിപ്പറുകളിൽ സ്പീഡ് ഗവർണർ വെക്കണമെന്ന്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ നിയമങ്ങൾ അങ്ങനെ കൊണ്ടിരുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ അറിയാം, എന്റെ അഭിപ്രായത്തിൽ ഇവിടെ കേരളത്തിൽ ഇപ്പം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക, ലൈസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ RTO ഓഫീസിൽ അവർ ജോലി ചെയ്യുന്നു. പരിശോധനയ്ക്ക് വേണ്ടി മാത്രം എൻഫോഴ്സ്മെന്റ് 14 എൻഫോഴ്സ്മെന്റ് RTOമാരുണ്ട്. അതിന് 85 ഓഫീസുണ്ട്, 85 MPമാരുണ്ട്, 170 AMEമാരുണ്ട്. അതിനകത്ത് ഇത് രൂപീകരിച്ചപ്പം എൻഫോഴ്സ്മെന്റ് സേഫ് കേരള എന്ന അതിന്റെ GO പോലും. പക്ഷേ നമുക്ക് കേട്ടാൽ കേരളത്തിലാണോ എന്ന് തോന്നും. ഈ ആളുകൾ ആരും കഴിഞ്ഞ് 1 വർഷമായിട്ട് റോഡിൽ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ വാഹനങ്ങളില്ല. ഇവർക്ക് നേരത്തെ വാടകയ്ക്ക് എടുത്തായിരുന്നു വാഹനങ്ങൾ കൊടുത്ത് അനാർട്ടുമായിട്ടുള്ള കണ്ടീഷനിൽ. ആ വാഹനങ്ങൾ മുഴുവൻ ബ്രേക്ക് ഡൗൺ ആയി. ഈ ഗസറ്റഡ് റാങ്കിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ ബസ്സിൽ പോയി ഇത് നോക്കാൻ പറയാൻ പറ്റുമോ? ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവർക്ക് 50,000 രൂപ വെച്ച് ഒരു മാസം വണ്ടി പിടിക്കാൻ കൊടുത്താൽ പോലെ ലാഭമാണ്. അതിനകത്ത് ഇവർക്കൊക്കെ ടാർഗറ്റ് കൊടുത്തിരിക്കുക. AME 1.5 ലക്ഷം രൂപ പിരിക്കണം, അതുപോലെ തന്നെ ME 4 ലക്ഷം രൂപ പിരിക്കണം. 4 ലക്ഷം രൂപ പിരിക്കുന്ന ME ടാക്സി എടുത്ത് പോയാലും 3.5 ലക്ഷം രൂപയാണ്. ജനങ്ങളുടെ കുറെ പണം പോവുമെങ്കിലും ഇവരൊക്കെ ഉദ്യോഗസ്ഥന്മാർ റോഡിൽ നിൽപ്പുണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ ശ്രദ്ധ എപ്പോഴും കുറെ കൂടെ വിജിലന്റ് ആയിരിക്കും. അവര് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കും. നമ്മുടെ ഇവിടെ ഇപ്പൊ AI ക്യാമറ വെച്ചു. AI ക്യാമറ വെച്ചിരിക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ. അതിന്റെ പേരിൽ അപകടം കുറഞ്ഞിട്ടില്ല. ഈ AI ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ തന്നെ 528 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം AI ക്യാമറ റിപ്പോർട്ട് ചെയ്ത്. അതിൽ 400 കോടി രൂപയും പെൻഡിങ്ങാ. അത് ഞങ്ങൾ അതേക്കുറിച്ച് അന്വേഷിച്ചാൽ പറഞ്ഞു ഇത് AI ക്യാമറയ്ക്ക് ഇത് ശരിയാണോ, ഇത് വന്നിരിക്കുന്ന ഒഫൻസ് കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഇവർക്കെല്ലാം കത്തയക്കാൻ ഉള്ള സംവിധാനം അത് മാനുവലായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള സ്റ്റാഫില്ല. അപ്പൊ അങ്ങനെ കേരളത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിയമം നടപ്പാകുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതെ, തീർച്ചയായും ഒരു ഭാഗത്ത് നിയമ സംവിധാനങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി മലപ്പുറത്ത് നിന്നും ശ്രീ ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ, എന്താണ് ഈ റോഡ് അപകടങ്ങളിൽ താങ്കൾ പങ്കുവയ്ക്കുന്ന ആശങ്ക? റോഡ് അപകടം ഈ ഗവൺമെന്റ് തക്കതായ നിയമം ഉണ്ടാക്കിയിട്ട് നിയമം പാലിക്കില്ല എന്നുള്ള നിയമത്തിന് ഒരു കുറവുമില്ല. നമ്മുടെ നാട്ടിലെ എന്തിനും നിയമമുണ്ടല്ലോ. എല്ലാ നിയമങ്ങളും ഇവിടെ പാലിക്കില്ല എന്നുള്ള ഒറ്റ തെളിവാണിതല്ല. നമ്മുടെ മലപ്പുറം തിരൂർ റോഡ് മലപ്പുറം കുന്നുമ്മൽ തുടങ്ങി വളവും തിരിവും കയറ്റും ഇറക്കും. എത്ര വളവ്! എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചെന്ന് വിചാരിക്കാം, എന്നാലും ഉണ്ടാവും അപകടം. എന്നാ എന്താ ഇത്? യാത്രക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, വാഹനങ്ങളെ ഡ്രൈവർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അശ്രദ്ധ ജനങ്ങളുടെ ഇടയിലും അശ്രദ്ധ ഉണ്ട്, അതിലധികം ഡ്രൈവർമാരെ ഇടയിലും അശ്രദ്ധ ഉണ്ട്. ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ല. ഈ വകുപ്പിന് ഗവൺമെന്റിന് ഇല്ല, ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതിന് ഒറ്റ അപകടങ്ങളും അബദ്ധങ്ങളും വരുമ്പോ ഉണരും. അതെ, തീർച്ചയായും അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഇത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. വളരെ നന്ദി ശ്രീ ചന്ദ്രൻ പ്രതികരിച്ചത്. നിരത്തിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരവാദി ആര്? ചർച്ച തുടരുകയാണ്. അതിഥികൾ ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ നമുക്ക്
പത്തനംതിട്ട കൂടൽ വാഹന അപകടത്തിൽ മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് അവിടെ നിന്നും. മിഥുൻ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി തിരിച്ച് മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണോ ഇപ്പോൾ കടക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ. മിഥുൻ കേൾക്കുന്നുണ്ടോ? മിഥുൻ, മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിൽ നിന്നാണ്. മിഥുൻ, അവിടെയുള്ളൊരു അന്തരീക്ഷം. തീർത്തും വലിയ ഞെട്ടലോടെ തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനുവിൻ്റെയും അതുപോലെ തന്നെ ബിജു പി ജോർജ്, പിതാവ് ബിജു പി ജോർജിൻ്റെയും വീട്ടിലാണുള്ളത്. ഇവിടെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണെങ്കിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ആഹ്ലാദത്തിൻ്റെതായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെ കടന്നുപോയ വീടാണ് ഇപ്പോൾ അതിൽ നിന്ന് ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ അതിരാവിലെ ഇത്തരത്തിലുള്ള ഈ വാർത്ത പത്തനംതിട്ട മാതാവ് മാത്രമാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ അതെല്ലാം എപ്പോഴാണ് എന്നത് സംബന്ധിച്ച് ബന്ധുക്കളെല്ലാം തിരികെ വന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങും. അത് തീരുമാനിക്കുമെന്നാണ്. സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ എങ്ങനെയുള്ള കാര്യത്തിൽ അതിനുശേഷം തീരുമാനമാകുമെന്നാണ് സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ എങ്ങനെയെന്നുള്ള കാര്യത്തിൽ അതിനുശേഷം തീരുമാനമാകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഞെട്ടൽ വിട്ടുമാറാതെ തന്നെയാണ് ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ നിൽക്കുന്നത്. ഇവർ ഇതിനുശേഷം ഈ വീട്ടിലേക്ക് ആളുകൾ ഓരോരുത്തരായി എത്തുകയും മറ്റ് ചടങ്ങുകളിലേക്ക് നീങ്ങുകയും ചെയ്യും. നമുക്ക് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണമെല്ലാം തന്നെ ആർക്കും തരാൻ കഴിയുന്ന ഒരു തരത്തിൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇവിടെ എത്തിച്ചേർന്നവരെല്ലാം പറയാൻ കഴിയുന്നത് ഇത്തരയിൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും ആഘോഷ ചടങ്ങുകളെല്ലാം പിന്നെ ദുഃഖത്തിലേക്ക് വീണ ാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഉള്ളത്. ഇവിടുത്തെ മോർണിംഗിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. രാവിലെ പള്ളിയിൽ ബന്ധുവായിട്ട് വരും. അതിപ്പോൾ രാവിലെ മോർണിംഗിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. രാവിലെ പള്ളിയിൽ പോകാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോഴാണ് ഇതുപോലെ വിവരം അറിയുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചോണ്ടേ പറഞ്ഞു കൺഫേമായി. അതൊരു വളരെ, കാരണം 30-ായിരുന്നു ഇവരുടെ മാരേജ്. അതൊരു വലിയൊരു സംഭവം, എല്ലാവർക്കും സഹിക്കാനാകാത്തൊരു ദുഃഖം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ. വളരെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ വന്നിരുന്നു. വളരെ ആനന്ദകരമായി നല്ല രീതിയിൽ തന്നെ വിവാഹമൊക്കെ നടന്ന് വളരെ സന്തോഷമായിട്ടായിരുന്നു കുഞ്ഞുങ്ങൾ. പക്ഷെങ്കിൽ ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ ഇപ്പോൾ പുള്ളിയുടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മോനും പോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവർ ഇപ്പോൾ ഒരു മോളുമാണ്. അതിൽ മോളല്ലേ മരിച്ച്, മോളും പപ്പയും മരിച്ചു. അപ്പം ഇനിയിപ്പം വൈഫ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വിദേശത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു ഈ അനു നടത്തിയിരുന്നത് ഭർത്താവിനൊപ്പം, നിഖിലിനൊപ്പം. പോകണമെന്ന്, കല്യാണത്തിന് ശേഷം പോകണം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. എടാ, ഈ നാട്ടുകാരനാണോ? എങ്ങനെയാണ്? നാട്ടുകാരനാണ്, പക്ഷേ അടുത്തുള്ള വീടാണ്. പക്ഷേ വീടുമായിട്ട് ഈ വിവാഹമൊക്കെ നടക്കുന്നത് ആ സമയത്ത് ഇവിടെ വന്ന് താമസിക്കുന്നു. എന്തായാലും ഈ ഒരു വലിയൊരു ദുഃഖം തന്നെയാണ് ഈ നാടിനെ സംബന്ധിച്ചത്. ആന്ന് ഭയങ്കര പലർക്കും കിട്ടാത്ത. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു സന്തോഷത്തിന്റെ പ്രതീക്ഷിതം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു ഈ ഒരു സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു അത്യുന്നതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബം എത്തിപ്പെട്ട ഈ ഒരു അവസ്ഥ ഇവർക്ക് ചിന്തിക്കാനാവുന്നതിലപ്പുറമാണ്. വളരെ ആഘാതം തന്നെയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നിഖിലിൻ്റെ വീട്ടിലും നമ്മൾ പോയിരുന്നു. അവിടെയും ബന്ധുക്കളെല്ലാം തന്നെ എത്തി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളെല്ലാം കൂടുതലും ആശുപത്രി പ്രദേശത്താണുള്ളത്. വളരെ കുറഞ്ഞ ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ വീടുകളിൽ എത്തിയിട്ടുള്ളത്. ആശുപത്രിയിൽ മറ്റ് ചടങ്ങുകൾ, മറ്റ് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അതെ, ശരി മിഥുൻ. പത്തനംതിട്ട കൂടൽ വാഹന അപകടത്തിൽ മരണപ്പെട്ട അനുവിൻ്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീ ഉപേന്ദ്രൻ നാരായൺ. അങ്ങേയറ്റം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നവംബർ 30-ന് വിവാഹിതരാകുന്ന
2 യുവ ദമ്പതികൾക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അവരുടെ പിതാക്കന്മാരും 2 കുടുംബങ്ങൾ ഒരു നിമിഷം കൊണ്ട് ദുഃഖത്തിലേക്ക് വീഴുന്ന കാഴ്ച, ജീവിതം അതോടുകൂടി അവസാനിക്കുന്ന ഒരു കാഴ്ച. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിലുപരി ഇനി എന്തൊക്കെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് നമ്മുടെ റോഡ് സുരക്ഷാ സംവിധാനം ഒന്ന് പൊളിച്ചെഴുതേണ്ട സമയമായി, സ്ക്രാപ്പ് ചെയ്യണം. എന്നിട്ട് വിദഗ്ധന്മാരുടെ കയ്യിലേക്ക് ഇത് എത്തണം. ഇതിപ്പോ എത്തുന്നില്ല. വിദഗ്ധന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ റോഡ് സുരക്ഷ. ഒരിക്കലും അത് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് മുൻകൂട്ടി പറയട്ടെ. രണ്ടാമത് ഞാനൊരു ഉദാഹരണം പറയാം. MC റോഡ് അങ്കമാലിയിൽ നിന്ന് കേശവദാസപുരം വരെയുള്ള 225 കിലോമീറ്റർ ഹൈവേ, അത് വേൾഡ് ബാങ്കുകാർ നന്നാക്കുന്നതിന് മുമ്പേ ഒരു മരണം പോലും ആ റോഡിൽ ഉണ്ടാകില്ലായിരുന്നു. കാര്യം അത് വളവും തിരിവും റഫൊക്കെ ആയിരുന്നു. പക്ഷേ വേൾഡ് ബാങ്കുകാർ വന്ന് അത് അപ്ഡേറ്റ് ചെയ്ത് മോഡേൺ റോഡായി. പക്ഷെ ചില വളവും തിരിവും ഒക്കെ അതേപോലെ നിർത്തി. ഇപ്പോ ആവറേജ് 2 ആൾക്കാർ അവിടെ MC റോഡിൽ മാത്രം മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ റിച്ച് കൺട്രീസിൽ നിന്നുള്ള ടെക്നോളജി നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇവിടെ സ്യൂട്ട് ആവില്ല. അതാണ് പ്രശ്നം. കാര്യം ഇവിടുത്തെ ലോക്കൽ എക്സ്പേർട്സിനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഓരോ കർവും അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ്, എത്ര ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും, ഇതിനൊരു കമ്മിറ്റ്മെന്റ് വേണം. റോഡ് സേഫ്റ്റി എന്റെ പാഷനാണ്. ഞാൻ 28 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ചെയ്യാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് നിലവിലുള്ള സംവിധാനത്തിന് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറയുന്നതിന് വരെ എല്ലാ മണിക്കൂറിലും ദാരുണമായ അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ശബരിമല സീസണിന്റെ ഒരു സമയമാണല്ലോ ഇത്. അപ്പൊ ശബരിമലയിലെ അറേഞ്ച്മെന്റ്സിന് ട്രാഫിക് സേഫ്റ്റി ഒരു അറേഞ്ച്മെന്റിൽ പെടേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ശബരിമല പമ്പയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ്സ് വേണമായിരുന്നു. പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവണം. അത് പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം പോലും തടയാൻ പറ്റിയേനെ. കാര്യം പോലീസിനെ പേടിച്ചിട്ട് മാത്രമേ ഇപ്പൊ ജനങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കൂ. അപ്പോ പോലീസിന്റെ ആബ്സെൻസ്, മേ ബി പോലീസിന് സ്ട്രെങ്ത് കുറവാണ്, വാഹനങ്ങൾ കുറവാണ്, ഒരുപാട് പരാധീനങ്ങൾ MVDക്കും പോലീസിനും ഉണ്ട്. അത് ശബരിമല സീസണിന് വേണ്ടി കാര്യം കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അതേപോലെ തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് നമ്മുടെ റോഡ് ടെറൈൻ അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടത്ര റെസ്റ്റ് പ്ലേസസ് പണിയുക, ചുക്ക് കാപ്പി മാതിരിയുള്ള കാപ്പി കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഉറക്കം കളയുക, ഇതൊക്കെ നമ്മൾ ചെയ്തില്ലേ പിന്നെ ആരാണ് ചെയ്യുക? അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ മടിയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് വിദഗ്ധന്മാരുടെ കീഴിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് റോഡ് സുരക്ഷ. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അത് കോംപ്ലിക്കേറ്റഡ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെർട്സിനെ കിട്ടാൻ വഴിയില്ല. ഒരു പോലീസ് അക്കാഡമിയിലും ട്രാഫിക് മാനേജ്മെന്റും റോഡ് സേഫ്റ്റിയും പഠിപ്പിക്കുന്നില്ല. അപ്പോ സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് അടിയന്തരമായിട്ട് ഇതൊന്ന് ഉടച്ചു വാർത്ത് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും ദയവീത് ഏറ്റെടുക്കണം. നമുക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തിരിപ്പുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും കാത്തിരിപ്പുണ്ട്. ഈ പറഞ്ഞ വിക്ടിംസ് എല്ലാം തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഈ രാജ്യത്തിന്റെ സ്വത്താണ്. അത് നാം മനസ്സിലാക്കണം. അതെ, അങ്ങനെ നിരത്തുകളിൽ പൊലിയാനുള്ളതല്ല ഓരോ ജീവനും എന്നുള്ളതാണ്. താങ്കളിലേക്ക് എത്താം. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ നിയമ സംവിധാനങ്ങളും ബോധവൽക്കരണവും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ ലൈസൻസിലടക്കം ചില മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്തുമാത്രം ചർച്ചാ വിഷയമായി, അതിന്മേൽ എന്തുമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരു മാറ്റം, അത് റോഡ് ഗതാഗതത്തിനായാലും അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനെ പോലും എതിർക്കുന്ന നയമാണ് തുടക്കം മുതൽ പലപ്പോഴും പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഉപേന്ദ്രനാരായണിലോട്ട് തന്നെ വരികയാണ്. ഞാൻ ആ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഈ നമ്മുടെ റോഡ് ലൈസൻസ് എടുക്കുന്ന സംവിധാനങ്ങളിലടക്കം എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം? ഒരുപക്ഷെ അത്തരം ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചപ്പോൾ തന്നെ ഉണ്ടായ വിവാദങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിലും പെട്ടതല്ലേ? അതെ, കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ റീസെന്റ് ആയിട്ട് നടന്ന അപകടങ്ങളെല്ലാം ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പൊ അതിന് പെർഫെക്ഷൻ വേണം. എന്തിനാണ്? ഡ്രൈവിംഗ് ലേണിംഗിലും ലൈസൻസിങ് സമ്പ്രദായത്തിലും ഒക്കെ ഒരു പെർഫെക്ഷൻ വേണം. കാര്യം 2 കാര്യം പറയാം. ഒന്ന്,
നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിർമ്മിക്കുന്ന വാഹനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ വിദേശത്തുനിന്ന് വാഹനങ്ങൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ പദ്ധതി പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് വാഹന നിർമ്മാതാക്കൾ വന്നുകൂടി അവര് വിദേശത്തേക്ക് കടത്തി വിടുമ്പോൾ ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഹൈവേസും ഏകദേശം വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറിക്കഴിഞ്ഞു. വേൾഡ് സ്റ്റാൻഡേർഡ് പോയിട്ട് ഒരു വില്ലേജ് സ്റ്റാൻഡേർഡ് പോലും അല്ലാത്തതാണ് നമ്മുടെ ഡ്രൈവേഴ്സ്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങും അവരുടെ ലൈസൻസിങ് സമ്പ്രദായവും ഒക്കെ തന്നെ ഒരു വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ആക്കിയില്ലെങ്കിൽ ഡ്രൈവിംഗ് എറേഴ്സ് കൊണ്ടുള്ള ആക്സിഡന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ SCRB ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് 60-80% ഡ്രൈവിംഗ് മൂലമുള്ള അപകടങ്ങൾ, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഡ്രൈവിംഗ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ 50% കുറഞ്ഞാൽ തന്നെയും 1,78,000 പേര് ഇപ്പോ രാജ്യത്ത് മരിക്കുമ്പോൾ അത് നേരെ പകുതിയാക്കി അറ്റ്ലീസ്റ്റ് 1 ലക്ഷമെങ്കിലും ആക്കാൻ പറ്റും. അപ്പൊ അതിന് ഡ്രൈവർമാരുടെ പരിശീലിപ്പിക്കുന്നത് ഒരു ആഗോള നിലവാരത്തിൽ ആക്കണം. ഇപ്പൊ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഷാർജയിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സമ്പ്രദായം മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് അവർ കുറെ വിസിറ്റ്സ് ഒക്കെ നടത്തി. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ യൂണിയൻ അതിന് എതിർപ്പായി. അങ്ങനെ പറ്റില്ല, കാര്യം ഇത് മനുഷ്യ ജീവനാണ് പോകുന്നത്. നിങ്ങളുടെ ട്രേഡ് യൂണിയനെ സംരക്ഷിക്കുന്ന പണിയല്ല ഞങ്ങളെ മാതിരി റോഡ് സേഫ്റ്റി പ്രവർത്തിക്കുന്നവർക്ക്. എങ്ങനൊരു അപകടരഹിതമായ ഒരു സംസ്ഥാനത്തിനെയാണ് ഞങ്ങളൊക്കെ സ്വപ്നം കണ്ട് ഞങ്ങൾ അഘോരാതം പണിയെടുത്ത് ജീവിക്കുന്നത്. ഞങ്ങൾ ആരോട് 1 രൂപ മേടിക്കാതെ വർക്ക് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സമ്പാദ്യം വിദേശത്തുനിന്ന് ലഭിച്ച എക്സ്പെർട്ടീസും കൊണ്ടാണ് അപകടങ്ങൾ കുറയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ എതിർപ്പായിട്ട് നിൽക്കുമ്പം അനേകം കുടുംബങ്ങൾ ഇപ്പൊ ഇന്ന് സംഭവിച്ച മാതിരി കോന്നിയിൽ സംഭവിച്ച മാതിരി അനേകം കുടുംബങ്ങൾ വഴിയാധാരമാകാൻ ഡ്രൈവിംഗ് ലൈസൻസ് പ്രോപ്പർ അല്ലെങ്കിൽ. അതെ, തീർച്ചയായും അത് തന്നെയാണ് ശ്രീ ഡിജോ കാപ്പൻ, അത് തന്നെയാണ് നേരത്തെയും താങ്കളോട് ചോദിച്ചത്. പക്ഷേ ടെലിഫോൺ ലൈനിൽ താങ്കൾ ഇല്ലായിരുന്നു. അതായത് ഈ ലൈസൻസ് എടുക്കുമ്പോൾ മുതൽ പാലിക്കേണ്ടുന്ന അവബോധം നമുക്കറിയാം. എങ്ങനെയെങ്കിലും ഒരു 8ഓ HO എടുത്ത് ലൈസൻസ് നേടുക എന്നുള്ളതിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും. അതുമാത്രമാണ് പരിശീലിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു കൃത്യമായ പാർക്കിംഗ് എങ്ങനെ നടത്തണമെന്നോ റോഡിൻ്റെ ട്രാക്ക് സംവിധാനങ്ങൾ ഏതു രീതിയിലാണ് ഈ ട്രാക്ക് ആദ്യത്തെ ട്രാക്കും രണ്ടാമത്തെ ട്രാക്കും ഉപയോഗിക്കേണ്ടതെന്നോ എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പാടില്ല, വളവുകളിൽ പ്രത്യേകിച്ച് ക്രോസ് റോഡുകളിൽ, ഇങ്ങനെയുള്ള ഒരു അവബോധവും അവർക്ക് നൽകാതെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറുതെ ഒരു ലൈസൻസ് എടുക്കുക, നേരെ ഈ വണ്ടിയുമായി റോഡിലേക്ക് അങ്ങ് ഇറങ്ങുക. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചാ വിഷയങ്ങളിലോട്ടും ഒക്കെ എത്തിയത്. വാസ്തവത്തിൽ ഈ വിദേശ രാജ്യങ്ങളിൽ അടക്കം വച്ചു പുലർത്തുന്ന അതേ രീതി തന്നെ ലൈസൻസ് നേടുന്നതിന് നമ്മുടെ രാജ്യത്തും അവലംബിക്കേണ്ടതല്ലേ? നമ്മുടെ ഒരു ശ്രീ ഡിജോ, ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളുകാര് ഒരു തുക പറയും. അത് ചിലയിടത്ത് 15,000, ചിലയിടത്ത് 20,000. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് പെട്രോൾ അടിക്കുന്നത്, അവരുടെ വണ്ടി. അപ്പൊ അവർക്ക് ഏറ്റവും കുറച്ച് ഉപയോഗിച്ച് ഈ ആളെ ഏറ്റവും വേഗം കൈ നെരുങ്ങുക എന്നാ പറയുന്നത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നല്ല അവർ പറയുന്നത്. കൈ നെരുക്കിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ പാലായിൽ നിന്ന് എറണാകുളത്തിന് പോകാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടിയെ കയറി. അപ്പൊ എന്നോട് ചോദിച്ചു, അല്ല മോനെ ഡ്രൈവിംഗ് പഠിച്ചതാ, അവൻ ഓടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ അപ്പനോട് ഈ മകൻ പറയാ സ്റ്റാർട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കൗതുകത്തിന് ചോദിച്ചു, എന്താ മോനെ സ്റ്റാർട്ടിങ് അത് പഠിപ്പിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ 3-4 പേര് കാണും. രാവിലെ ആശാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരാളെ കയറ്റി ഇരുത്തുന്നു. എന്നിട്ട് ആ ആളെ പുറകിലത്തെ സീറ്റിലോട്ട് ഇരിക്കുമ്പോൾ അടുത്ത ആൾ കയറുക. അപ്പൊ ആ സമയത്ത് വണ്ടി ഓണാ. അപ്പം ഞാൻ പറഞ്ഞ ആൾക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിയിട്ട് ആ കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല. ഇത് ഇന്ത്യയിലല്ലാതെ അല്ലെ കേരളത്തിലല്ലാതെ ഉണ്ടോ? ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി പോകുന്ന ആളുകൾ യൂറോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ അറബി രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടെ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പോയാൽ 10 പ്രാവശ്യം കഴിഞ്ഞാൽ പോലും ഇവിടുത്തെ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിലോ നമ്മുടെ ഭരണഘടനയൊക്കെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ 12 വ്യത്യസ്ത ദിവസങ്ങളിൽ അവിടെ ക്ലാസ് കൂടി എന്ന സർട്ടിഫിക്കറ്റ്, അത് പ്രൈവറ്റ് ഏജൻസികളാണ് ചെയ്യുന്നത്, കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും കയറാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ പാർക്കിങ്, അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് റിവേഴ്സിലും അല്ലാതെയും അതുപോലും കാണിക്കണം. ഇവിടെ റിവേഴ്സിൽ പോലും വണ്ടി ഓടിപ്പിച്ച് നോക്കുന്നില്ല. അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് തന്നെ കുറ്റമറ്റതാക്കണം. അതിന് ഒരു മാറ്റം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം കൂടെ എന്ത് ബഹളമായിരുന്നു. ഒരു ദിവസം 160 പേരുടെ ലൈസൻസ് വെച്ച് കൊടുത്തു. അപ്പൊ ഈ 160 പേരെ വണ്ടി ഓടിപ്പിച്ച് രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ്. അതിനിടയ്ക്ക് എത്ര പേരെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എത്ര കൃത്യമായിട്ട് നോക്കിയിട്ടായി വണ്ടി ഓടിപ്പിച്ച് ലൈസൻസ് കൊടുത്തത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മാത്രമല്ല, വഴിയിൽ നിൽക്കുന്നവരുടെയും കൂടെ ജീവനാണ്. ഇപ്പൊ നമ്മുടെ വടകരയിലുണ്ടായ ലോറി അപകടം നമ്മൾ കണ്ടില്ലേ. ആ കിടന്നുറങ്ങിയ ആളുകളുടെ മേത്തോട്ടാ ഒരുത്തൻ മദ്യപിച്ചേച്ച് വണ്ടി ഓടിച്ച് ഏറ്റിക്കൊണ്ട് പോയത്. അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ കർശനമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. റോഡ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അങ്ങനെ ഡ്രൈവിംഗിന്റെ സംസ്കാരം. മദ്യപിച്ചിട്ടൊക്കെ വാഹനം ഓടിച്ച് ഇപ്പം US 2022 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒരു പൗരൻ 2-3 പ്രാവശ്യം തെറ്റ് ചെയ്തു അദ്ദേഹത്തെ ശിക്ഷിച്ചു, ജയിലിൽ വിട്ടു. എന്നിട്ടും ഇല്ലാതെ ജീവപര്യന്തരം തടവിന് കൊടുത്തിരിക്കുന്നത്. ആ ജഡ്ജിമെന്റ് പറഞ്ഞിരിക്കുന്നത് 15 കൊല്ലത്തേന് ഈ പൗരൻ ഇറങ്ങി ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല, പരോള് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക. അത്ര കർശനമായിട്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ശിക്ഷാ നടപടികൾ സജീവാക്കുന്നത്. എന്ന് വെച്ച് AI ക്യാമറ വെച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാശ് പിടിച്ചു പറിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കൂടുതലും ഫിസിക്കൽ ചെക്കിങ്ങിന് റോഡിൽ ആളുണ്ടെന്ന് കണ്ടാൽ ആളുകൾക്ക് പോലീസിനെ ഒക്കെ പേടി വരും. അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഓവർ സ്പീഡ് നിൽക്കും. നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് സിഗ്നലുകളിൽ ലെഫ്റ്റ് ടേൺ പോകേണ്ട വണ്ടികൾ പോകാൻ പറ്റാതെ സ്ട്രെയിറ്റ് പോകേണ്ട ആളുകൾ ആ ലെഫ്റ്റ് ടേണിൽ അവിടെ കയറി കിടക്കും. അപ്പോഴത്തേനും അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു. ട്രാഫിക് ബ്ലോക്ക് അത്രയും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പുറകെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാൻ പിന്നെ ആളുകൾ ഒരു മരണപ്പാച്ചില. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് പങ്കെടുക്കുന്ന കല്യാണത്തിന്റെ മുഹൂർത്തം കഴിയുമോ അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് സമയം കഴിയുമോ. ആലപ്പുഴയിൽ അപകടം ഉണ്ടായത് 9:20 അപകടം ഉണ്ടായിരിക്കുന്നത്. റോഡിലെ വെള്ളം, ഭയങ്കര മഴ. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തിയേറ്ററിൽ എത്താൻ പറ്റിയല്ല എന്നുള്ള തോന്നൽ കൊണ്ട് ആണ് ആ പിള്ളേര് അത്രയും സ്പീഡ് എടുത്തത്. ആ സ്പീഡ് എടുത്തത് മാത്രമല്ല, 6 പേര് കയറേണ്ട വണ്ടിയില് അത് 11 പേര് കയറുന്നു. അപ്പം അത്രയും പേര് കയറി കഴിയുമ്പോൾ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ ശരിയാകുകയില്ല. മാത്രവുമല്ല അതിന്റെ ടയറിന്റെ കണ്ടീഷൻ പ്രധാന ഘടകമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായ അപകടത്തിന്റെ ലോറി മറിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ വിഷ്വൽസ് കാണിച്ചു. അതിനകത്ത് 5-6 വണ്ടി ടയറുകൾ തീർത്തും മൊത്തയാണ്. അപ്പൊ അങ്ങനെയുള്ള വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വണ്ടി മറിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം ഞാൻ മുമ്പേ കേട്ടിട്ടിന്റെ കാര്യം പറഞ്ഞു. അവിടെ ഹാഷ് ആയിട്ട്, അതായത് 3 സെക്കൻഡിനുള്ളിൽ വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്തി അങ്ങനെ 3 പ്രാവശ്യം വന്നാൽ ആ ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. എന്നാൽ ഇൻഷുറൻസ് കമ്പനി ഇത് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ അപകടങ്ങൾ വരുത്തി വെക്കുന്നത്. അപ്പം 10-100 രൂപ പോകുന്ന പോലെയല്ല, അവിടെ 1500 പൗണ്ട് വരെയാണ് ശിക്ഷ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 1.5 ലക്ഷം രൂപ. അത്രയും രൂപ ഇങ്ങനെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നതിന്റെ പേരിൽ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തികമായ പെനാൽറ്റി മാത്രമല്ല, ഈ ചില കോടതികളൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തേന് ജില്ലാ ആശുപത്രിയുടെ പരിസരം ശുചീകരിക്കാൻ പറയും. അങ്ങനെ പോയി ചെയ്യുമ്പോഴത്തേനും അവന് തോന്നും നാളെ എനിക്ക് ഈ പണി കിട്ടും, അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതമാണ് വലുത്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മക്കളും മറ്റും ഈ വണ്ടിയും മറ്റും 90-100 കിലോമീറ്ററിൽ പോകുന്ന കാണുമ്പോൾ റോഡിൽ നിന്ന് ആളുകൾ പറയുന്ന കേൾക്കാം അവൻ മരിച്ചറിയിച്ച് പോവുകയാണെന്ന്. അപ്പൊ അത് പറയിപ്പിക്കാതെ നമുക്ക് ഇപ്പം പല വീടുകളിലും 1-2 മക്കളൊക്കെ ഉള്ളൂ. ഇവരെയൊക്കെ വളർത്തി വരുന്ന സമൂഹത്തെ നയിക്കേണ്ട ആളുകളാണ് അപകടങ്ങളിൽ മരിക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ മരിക്കുന്ന റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് 18-നും 45-നും ഇടയിലാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ഒരു നല്ല നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ GDP-യിൽ പോലും അതിൻ്റെതായ ഷോക്ക് ഉണ്ടാകുന്നുണ്ട്. 80,000 കോടി രൂപയാണ് പോകുന്നതെന്നാണ് പറയുന്നത് ഈ റോഡ് അപകടങ്ങളിലെ മരണം കൊണ്ടുണ്ടാകുന്ന GDP-യുടെ ചോർച്ച തന്നെ. അപ്പൊ അങ്ങനെ പലതരത്തിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നു, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു. നമ്മുടെ വരുന്ന കാലങ്ങളിൽ നയിക്കേണ്ട മിടുക്കരായ ആളുകൾ, പാതുര സേവന രംഗത്ത് സേവനം അനുഷ്ഠിക്കേണ്ടിയിരുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ അത് കൂലിവേലക്കാരനായാലും ഡോക്ടറായാലും സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായ മക്കളാണെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുക. ഇപ്പൊ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് മലേഷ്യയിൽ പോയി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വന്ന മക്കള്
അവര് പ്ലാൻ ചെയ്ത് വന്നത് വല്ലതും അവർക്ക് ഇനി സ്വർഗത്തിൽ ഇരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചർച്ചകളിൽ പങ്കെടുക്കുന്നത് തന്നെ വേദനാജനകമാണെന്നാണ് എനിക്ക് പറയാം. തീർച്ചയായും തീർച്ചയായും. ശ്രീ ഉപേന്ദ്രനാരായൺ, അവസാനമായി എന്തായാലും ഇതിനൊരു മാറ്റം കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. ദേശീയപാത അപകടങ്ങളിൽ കേരളം 2ാം സ്ഥാനത്ത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊലിയുന്നതെല്ലാം ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയും. ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരണം, നിയമം കർശനമാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ വലിയ പെനാൽറ്റി തന്നെ ഇതിനെതിരെ കൊണ്ടുവരണം. അതോടൊപ്പം അവബോധവും സൃഷ്ടിക്കണം. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകണം. കാര്യം ഇത് മനുഷ്യജീവന് വിലയില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അതേസമയം ഒരു വന്യജീവി വണ്ടി ഇടിച്ച് മരിക്കുകയാണെങ്കിൽ അത് കേസാവും. അപ്പൊ മനുഷ്യജീവൻ അത് പ്രഷ്യസ് ലൈഫാണ്. ഇപ്പൊ ഈ മെഡിക്കോസ് മരിച്ചു, അവരുടെ എല്ലാം കൂടെ ഇൻഷുറൻസ് കോമ്പൻസേഷൻ വരുമ്പോൾ ഹ്യൂജ് തുക വരും. ഇന്നത്തെ റോഡ് അപകടങ്ങൾ അതിന്റെ ഇൻഷുറൻസ് കോമ്പൻസേഷൻ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോ നമുക്കെങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനിയുടെ ചെയർപേഴ്സണോട് ഞാനൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അപകടം കുറയ്ക്കാനായിട്ട് എനിക്ക് ഫണ്ട് ചെയ്യുക. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പണിയല്ല, റോഡ് സേഫ്റ്റി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവര് പ്രീമിയം എല്ലാ കൊല്ലവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തേർഡ് പാർട്ടിയുടെ പ്രീമിയം എടുക്കുന്നവർക്കറിയാം, പെട്ടെന്ന് ഹൈക്ക് ചെയ്യാണ്. അപ്പൊ പൊതുജനങ്ങളുടെ തോളത്തോട്ട് ഇൻഷുറൻസ് കമ്പനീസ് വെക്കുക, നമുക്ക് പോളിസി എടുക്കാതെ പറ്റില്ല. അപ്പൊ സംസ്ഥാന സർക്കാരെങ്കിലും മനുഷ്യജീവന് വില കൽപ്പിക്കണം. ഇത് തടയാൻ പറ്റുന്ന ഏത് മാർഗവും അവലംബിക്കണം. ആരെയും മാറ്റി നിർത്തരുത്. അതാണ് ഇത് ഇവിടെ സംഭവിക്കുന്നതെല്ലാം തന്നെ. ഏകദേശം 2005 വരെ പ്രോപ്പറായിട്ട് നടന്നതാണ്. അപ്പൊ അതിനുശേഷം ഇടയ്ക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റി വന്നു, അത് ചുരുങ്ങി ഇപ്പോ ഓൾമോസ്റ്റ് വട്ടപൂജ്യമായി. അങ്ങനല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ന്യൂസ് കുടുംബത്തോടെ ആൾക്കാർ മരിക്കുകയാണ്. നേരത്തെ ഓരോരുത്തരും മരിക്കുമ്പോൾ കുടുംബത്തോടെ മരിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചുകൂടെ? ഇത് കേരളമാണ്, വിദ്യാസമ്പന്നരുടെ നാടാണ്. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് എന്താ, മറ്റു രാജ്യങ്ങളിൽ മറ്റു സ്റ്റേറ്റുകളിൽ എന്താ അപകടം ഇല്ലാത്തത്, കുറയുന്നത് എന്താ? അപ്പോ അതനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ച് വണ്ടി ഓടിക്കണം. അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു റെസ്പോൺസിബിൾ ഡ്രൈവർ ആകണം നമ്മൾ. റെസ്പോൺസിബിൾ ഏജൻസികൾ ഉണ്ടാകണം. എൻഫോഴ്സ്മെന്റ് ആയാലും ലൈസൻസിങ് അതോറിറ്റി ആയാലും. അതേമാതിരി തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും റെസ്പോൺസിബിൾ ചീഫ് മിനിസ്റ്റർ ആകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അതെ, തീർച്ചയായും. എന്തായാലും ഇനിയും ഇങ്ങനെ നിരത്തുകളിൽ ജീവനുകൾ പൊലിയാൻ പാടുള്ളതല്ല. അതിനുവേണ്ടിയുള്ള അവബോധം സാധാരണക്കാരും സ്വീകരിക്കണം. അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളും വേണം എന്ന് തന്നെ പ്രത്യാശിക്കുകയാണ്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.